കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. സോപാനത്തിൽ നറുനെയ്യും കദളിപ്പഴവും സമർപ്പിച്ചും കാണിക്കയർപ്പിച്ചുമാണ് ദർശനം നടത്തിയത്. ദേവസ്വം അതിഥി മന്ദിരമായ ശ്രീവത്സത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഗണപതി അമ്പലത്തിൽ തൊഴുത ശേഷം എത്തിയ മന്ത്രിയെ ഗോപുര കവാടത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്ത ശേഷം കൊടിമരച്ചുവട്ടിൽ നിന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു. മന്ത്രിക്ക് ദേവസ്വത്തിന്റെ ഉപഹാരമായി ഓടക്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചുമർചിത്രവും നിലവിളക്കും അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ സമ്മാനിച്ചു. നൂറുമേനിയുടെ വിജയത്തിമർപ്പിൽ സെന്റ് ജോസഫ്സ് CBSE സ്കൂൾ 2023-24 അധ്യയന വർഷത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ അനുമോദിച്ച് സംഘടിപ്പിച്ച മെറിറ്റ് ഡേ ആഘോഷങ്ങൾ പ്രിൻസിപ്പൽ ഫാദർ പിന്റോ പുലിക്കോടൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. മുൻ പ്രിൻസിപ്പൽ MC ജോസഫ് സംസാരിച്ചു. വിജയികൾക്ക് ഉപഹാരം നൽകി. ഗുരുവായൂർ നഗരസഭ വാർഡ് 6-ൽ കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് ശുചീകരണം നടത്തി. ഗോപി തൊമ്മിൽ, ഷാജി നമ്പറമ്പത്ത്, അതിഥി തൊഴിലാളി റഹ്മാൻ എന്നിവരാണ് നേതൃത്വം നൽകിയത്. കുണ്ടഴിയൂർ GMUP സ്കൂളിൽ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മൈലാഞ്ചി മൊഞ്ചെ മെഹന്തി മത്സരം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് അഫ്സൽ പാടൂർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ CV സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ഷീജ കബീർ, CL ജൂലിയറ്റ് എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് നൽകി. ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ, ഷോട്ട് പുട്ട്, കാരം ബോർഡ് തുടങ്ങിയവ അടങ്ങിയ സ്പോർട്സ് കിറ്റാണ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ വിതരണം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിനി മോഹൻദാസ്, ശ്രീദേവി ഡേവിസ്, മെമ്പർമാരായ ക്ലെമന്റ് ഫ്രാൻസിസ്, രാജശ്രീ ഗോപകുമാർ, സബിത ചന്ദ്രൻ, രജനി സജീവൻ എന്നിവർ സംസാരിച്ചു.